എങ്ങനെയൊക്കെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും, ഓ എന്നാ പറയാനാ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ പോകാനല്ല ദൈവം വിളിച്ചത്. ബിക്കോസ് യു ആർ നോട്ട് ആൻ ആവറേജ് പേഴ്സൺ. നിങ്ങളൊരു ആവറേജ് അല്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഓ എനിക്കെന്നാ പ്രത്യേകത, എനിക്കെന്നാ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ, എനിക്കെന്തെങ്കിലും കൂടുതൽ അറിയാമോ. സോ ഈ ലോകത്തിലെ സംഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളും ഒക്കെ നമ്മളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പരിമിതിയുള്ളവനല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യു ആർ നോട്ട് ആൻ ആവറേജ് പേഴ്സൺ. നിങ്ങളൊരു ആവറേജ് അല്ല. നിങ്ങൾ ആവറേജ് അല്ല, നിങ്ങൾ എബോ ആവറേജ് ആണ്, അല്ലെങ്കിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് വേഗത്തിൽ അതിന് ഒരു തിരുവചനത്തിലേക്ക് പോകാം. വീണ്ടും ഞാൻ പറയാം, ചുമ്മാതെ ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ 2 പത്രോസ് 1:3 അല്ലെങ്കിൽ 1 പത്രോസ് 2:9 രണ്ടും കണക്റ്റഡാണ്. ആദ്യം 1 പത്രോസ് 2:9 ഇങ്ങനെ വായിച്ചത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? അതിന്റെ അർത്ഥം നമ്മള് മുമ്പേ പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് ബ്രദറെ എങ്ങനെയൊക്കെയുണ്ട്, ഓ എന്നാ പറയാന്, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, അങ്ങനെ പറയാൻ വിളിക്കപ്പെട്ടവരല്ല. ഇത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. പ്രത്യേക ഒരു വ്യക്തിയാകണമെങ്കിൽ നമ്മളൊരു പ്രത്യേക അനുഭവത്തിൽ കൂടി കടന്നു പോകും. അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവം പറയാ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. നീ വ്യത്യസ്തനാണ്. ദൈവം പറയാ വ്യത്യസ്തനാണ്. അപ്പൊ നമ്മൾ പറയാ, അല്ലല്ല ഞാൻ എല്ലാരെ പോലാണ്, നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നവനാണ് ഞാൻ, എനിക്ക് വ്യത്യസ്തമായിട്ടൊരു ഓട്ടം. നോ, അവിടെയാണ് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പരിമിതികൾ വന്ന് വീഴുന്നത്. അതുകൊണ്ട് നമ്മളെ ദൈവം വിളിച്ചത് പരിധിക്ക് അപ്പുറം സഞ്ചരിക്കാൻ, പരിമിതിക്കപ്പുറം സഞ്ചരിക്കാൻ. പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിച്ചു തരുന്നില്ല. നമ്മുടെ മനസ്സ് പറയാ, ഓ ഇതൊക്കെയല്ലേ എന്റെ സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയല്ലേ എന്റെ അനുഭവങ്ങൾ, അതിപ്പോ ഇങ്ങനെയൊക്കെ എങ്ങനെങ്കിലും ഒക്കെ. പലരും പറയുന്നു, ഓ എന്നാ പറയാൻ, ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഒന്നുകൂടെ വിളിച്ചു പറ, അങ്ങനെ കഴിഞ്ഞു കൂടാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ ആരുമായിക്കോട്ടെ, ഇന്നത്തെ ഈ വചനം നിങ്ങളെ സ്പർശിക്കാൻ പോവുക. ഒന്ന് തിരിച്ചറിഞ്ഞേ, ദൈവം നമ്മളെ വിളിച്ചതിനനുസരിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയാവൂ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം ഞാൻ തെരഞ്ഞെടുത്ത ജാതിയാണെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുത്ത ജാതി, ഞാൻ തെരഞ്ഞെടുത്ത് ആക്കി വെച്ച രാജകീയ പുരോഹിത വർഗവും ഞാൻ എന്റെ സ്വന്തം വിശുദ്ധ ജനവുമാകും. ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത് 2 പത്രോസ് 1:3 ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അറിവിനാൽ, ബോധ്യത്താൽ, അവന്റെ ദിവ്യശക്തി, ബോധ്യത്താൽ ദൈവത്തിന്റെ ശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, യു ആർ നോട്ട് ആൻ ആവറേജ് പേഴ്സൺ. അതെടുത്ത് ദൂരെ കള. പക്ഷെ കടന്നു പോകുന്നത് പലപ്പോഴും വല്ലാത്ത സാഹചര്യമായിരിക്കും, വല്ലാത്ത പ്രതികൂലം കാണും, പ്രതിസന്ധി കാണും, ചോദ്യചിഹ്നങ്ങൾ കാണും. പക്ഷെങ്കിൽ ഉള്ളിൽ ദൈവം തന്ന ആത്മാവുണ്ടല്ലോ, ഒരു പരിധിയുമില്ലാത്ത ആത്മാവ്, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികളാ പറഞ്ഞത്, നോ 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 നോ, എന്നിലിരിക്കുന്നവൻ ലോകത്തേക്കാൾ വലിയവനാണ്. ഇങ്ങനെ കേൾക്കുന്നവരോട് പറട്ടെ, നമ്മൾ 2026 പ്രവേശിക്കാൻ പോകും. ഞാൻ ഇന്നലെ അത് പറഞ്ഞു തുടങ്ങി. 2026 പ്രവേശിക്കാം. വലിയ പ്രതീക്ഷയോടെയാ നമ്മൾ കയറാൻ പോകുന്നത്. ഇന്ന് 30, നാളെ 31, 2 ദിവസമേ ഉള്ളൂ. വെറും 2 ദിവസം കൊണ്ട് നമ്മൾ 2026 എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 2026 എന്ത് അത്ഭുതമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു, ഇന്ന് കുറച്ച് 1-2 ദിവസങ്ങളിൽ അതായിരിക്കും. എങ്ങനെ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിലനിൽക്കാം, കിട്ടുന്ന വാഗ്ദത്തത്തിൽ എങ്ങനെ നിലനിൽക്കാം, അതായിരിക്കും ഈ കുറച്ച് ദിവസങ്ങൾ സംസാരിക്കാനാകും. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാ,
ഇതിവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ബോധ്യത്തിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. 100 കൂട്ടം വിഷയങ്ങൾ കാണും, 100 കൂട്ടം ചോദ്യചിഹ്നങ്ങൾ കാണും. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. കാര്യം അവന്റെ ഉള്ളിലിരുന്ന് അവനോട് പറയുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് ദൈവത്തിന്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. അതാണ് നമ്മളെ ദൈവ പൈതലാക്കി മാറ്റുന്നത്, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് മുക്കുവന്മാര്, അന്നത്തെ ഏറ്റവും എന്താ പറഞ്ഞേ, സമൂഹത്തിലെ ഏറ്റവും താണവരെന്ന് എല്ലാരും കരുതിയിരുന്ന മുക്കുവന്മാരെ വിളിച്ചിട്ട് കർത്താവ് പറയാ, ഇനി നിങ്ങൾ എന്റെ സാക്ഷിയായിക്കോണം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ വേണം ഞാൻ ഇരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങളാ കൊടുക്കേണ്ടത്. ഇങ്ങനെ കേൾക്കുന്നവരോട്ട് എന്തൊരു പദവിയാ ദൈവവേദലിന് ദൈവം തന്നേക്കുന്നത്. ജീവനുള്ള ദൈവം, അഥവാ ദൈവത്തിന് ജീവനുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം ചിലരെ തെരഞ്ഞെടുക്കും, ചില മനുഷ്യരെ തെരഞ്ഞെടുക്കും. അതിനുശേഷം നമ്മൾ കാണാം അപ്പോസ്തല പ്രവൃത്തി 2 മുതൽ ഇങ്ങോട്ട് കാണാം, വെറും മുക്കുവരായിട്ടാണ് നിന്നത്. പക്ഷെ ദൈവം കയ്യിലെടുത്ത് ഉപയോഗിക്കും. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അധികാരന്മാരും ചോദിക്കും, എടാ ഞങ്ങൾക്കില്ലാത്ത എന്തോ ഒന്ന് ഇവർക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് അധികാരവും പട്ടാളവും ആയുധങ്ങളും രാജത്വവും ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കില്ലാത്തൊരു ശക്തി ഇവർക്കുണ്ടല്ലോ. അപ്പൊ അവർ തിരിച്ചറിഞ്ഞു, മറ്റുള്ള ഈ ഇതിനുമായിട്ട് അനുഭവമില്ലാത്തവർ പോലും തിരിച്ചറിഞ്ഞു ഒരു ശക്തി ഇവരിൽ വ്യത്യസ്തമായിട്ടുണ്ട്. ഇങ്ങനെ കേൾക്കുന്നവരോട് പറഞ്ഞാൽ നിങ്ങളൊരു ആവറേജ് അല്ല, നിങ്ങളൊരു ആവറേജ് അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമൂഹത്തിലൊക്കെ നിങ്ങൾ ഇപ്പോഴും ആവറേജ് ആയിട്ട് ഇരിക്കുകയാണ്. പേടിക്കേണ്ട. പക്ഷെ ഉള്ളിലുള്ളത് ആവറേജ് ആത്മാവല്ലിരിക്കുന്നു, ആവറേജ് ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഈ 2026 കയറുമ്പോൾ പ്രതീക്ഷയോടെ ഇരുന്നോണം. അപ്പൊ അതിനെപ്പറ്റി ചില ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകും. അപ്പൊ ഒന്നുകൂടെ വിളിച്ച് പറയാം, ഞാൻ ആവറേജ് അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ചിന്തകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും, നമ്മുടെ വാക്കുകളിൽ അതിന്റെ പ്രതിഫലനം കാണും, നമ്മുടെ ഇടപാടുകളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ കാണും. ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മഹത്വത്താലും വീര്യത്താലും വിളിച്ച ദൈവം പറയാ, നിന്നിൽ ഞാൻ എന്റെ അംശം ഞാൻ തന്നിട്ടുണ്ട്. അത് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവന്റെ ആത്മാവാ നിന്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ പാഴും ശൂന്യതയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞില്ല, നഷ്ടപ്പെട്ടു, എന്റെ പദ്ധതി മുഴുവൻ പൊളിഞ്ഞു, ഇനി ഞാൻ എന്നാ ചെയ്യും. ഇതൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ഒരു വാക്യത്തിൽ നിന്നുമാണ് ഇന്നീ നമ്മൾ കാണുന്ന മനോഹരമായ ഭൂമി സൃഷ്ടിക്കുന്നത്. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കാണുന്ന ഭൂമി സൃഷ്ടിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും, നമ്മുടെ തലമുറകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ എന്തെല്ലാം മാറ്റങ്ങളാണോ വരുത്താനുള്ളത് അവിടെ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ വേഗത്തിൽ ഞാനിത് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ചില ഭാഗങ്ങൾ ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 1:9 മുതൽ 11 വരെയുള്ള പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയോ, ദൈവത്തിന്റെ ഈ പരിജ്ഞാനത്താൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളെ ഒന്ന് ഡിസേൺ ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾ, അത് പ്രതികൂലമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, ചോദ്യചിഹ്നങ്ങളായിക്കോട്ടെ, മുന്നോട്ട് ഒരു വഴിയുമില്ലെന്ന് കാണുന്ന സാഹചര്യം ആയിക്കോട്ടെ, പക്ഷെ ആ സാഹചര്യങ്ങളെയും നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവ് വെച്ചിട്ട് നീ വിവേചിക്കണം. അങ്ങനെ വിവേചിക്കുമ്പോൾ നിനക്കൊരു കാര്യം പിടികിട്ടും, ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്. എരിഹോ കോട്ട ആർപ്പിട്ടപ്പോൾ വീഴ്ത്തിയ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അല്ലെങ്കിൽ 40 വർഷം 25ഓളം ലക്ഷം ആൾക്കാർക്ക് ദിവസവും കാടപ്പക്ഷിയും മന്നായും നൽകിയ ദൈവം തമ്പുരാൻ തന്നെയാണ് എന്റെ ഉള്ളിലിരിക്കുന്നത്. തീ പോലിരിക്കുന്ന മരുഭൂമിയിലെ തീ പോലിരിക്കുന്ന പാറയിൽ നിന്നും 25 ലക്ഷം പേർക്ക് വെള്ളം ചാടിപ്പുറപ്പെടുവിക്കാൻ കഴിവുള്ള ദൈവം തന്നെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, 1000 പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പേടിക്കേണ്ട, ഒന്നും
ഒന്ന് ഭേദാഭേദങ്ങളെ ഒന്ന് വിവേചിച്ചിട്ട് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അതാണ് വീണ്ടും ജന്മം. അതിന്റെ പേരാ വീണ്ടും ജന്മം. അല്ലാതെ ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലോട്ട് ചേരുന്നതല്ല വീണ്ടും ജന്മം. ഈ ബോധ്യം ഉണ്ടാകുന്നതാണ് വീണ്ടും ജന്മം. അത് നമ്മളെ എക്സൽ ചെയ്യും. നമ്മളെ സാധാരണ ഒരു വ്യക്തിയായിട്ടല്ല, നമ്മളെ അതിനുപരിയായിട്ട് ദൈവം നടത്തും. അപ്പം ആ ഒരു വാക്യം ഞാൻ ഇവിടെ പൗലോസ് പറയാ, ഇവരുടെ ഉള്ളിൽ കിട്ടിയത് ഇവരൊന്ന് വിവേചിച്ചൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. എന്തിനാ വിവേചനം? ഗ്രഹിക്കുന്നതും വിവേചിക്കുന്നതും രണ്ടും രണ്ട്. ഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇൻഫർമേഷൻ വരുന്നതാണ്. പക്ഷെങ്കിൽ റെവലേഷൻസ് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ ആവുന്നത്. ഇൻഫർമേഷൻ വിൽ ബ്രിങ് എന്താ പറയുന്നത്, ഇൻഫർമേഷൻ നമുക്ക് എന്തുവാ, നമുക്ക് അറിവ് നമുക്ക് ചില ഗ്രാഹ്യം, നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ ഗ്രഹിച്ചിട്ട് മിണ്ടാതിരിക്കും. പക്ഷെ റെവലേഷൻസ്, വെളിപ്പാടുകൾ തരുന്നത് ട്രാൻസ്ഫോർമേഷൻസ്, രൂപാന്തരങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവരിതൊന്ന് തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിഷയങ്ങളാണോ? പേടിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കൂടെ അവിടെ നമുക്കൊന്ന് എടുത്ത് വായിക്കാം. അത് ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. ദാനിയേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റി എഴുതിയിരിക്കുകയാണ്. ദാനിയേൽ 6:3 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന ദൈവത്തിന്റെ ആത്മാവ് പഴയ നിയമത്തിൽ വന്നും പോയും ഇരുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൊടുത്തപ്പോൾ അവനൊരു ജ്ഞാനം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, എങ്ങനെ പോകുന്നു ബ്രദറെ? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ പോകാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിൽ വിളങ്ങിയപ്പോൾ, അത് ആംപ്ലിഫൈഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദെൻ ദിസ് ഡാനിയേൽ വാസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് അബൌട്ട് ദ പ്രസിഡൻസ് because an excellent spirit was in him, and the king thought to set him over the whole realm. അവിടെ എഴുതിയിരിക്കുക, ഇവനിൽ ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് ഇവരിൽ കാണുന്നതിലും ഈ പ്രഭുക്കന്മാരിലും രാജാക്കന്മാരിലും ഉപരി ഇവനെ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നെന്ന് അവിടെ എഴുതി വെച്ചിരുന്നു. കാരണം ഇവന്റെ ഉള്ളിൽ ഒരു എക്സലന്റ് സ്പിരിറ്റ് ആവുള്ളൂ. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, പഴയ നിയമത്തിൽ എക്സലന്റ് സ്പിരിറ്റ് വന്നും പോയി വരുന്ന എക്സലന്റ് സ്പിരിറ്റ് ചിലരിൽ മാത്രം പ്രവർത്തിച്ചപ്പോൾ അവരെ അന്നത്തെ രാജാവിന്റെ മുകളിൽ ഉയർത്തി. എന്നെ കേൾക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, നമ്മളിൽ ഇരിക്കുന്നത് വന്നും പോയിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല, നിരന്തരമായിട്ട്. അപ്പോൾ പ്രശ്നവും പ്രതികൂലവും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന് യാതൊരു മാറ്റവുമില്ല. പക്ഷെങ്കിൽ ഞാനത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എന്റെ ജീവിതം അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ എക്സലന്റ് സ്പിരിറ്റ് അകത്തിരുന്നിട്ട് നമുക്ക് സാധാരണ വ്യക്തിയായിട്ട് സംസാരിക്കാം. ബ്രദറെ എങ്ങനെയുണ്ട്? എന്നാ പറയാൻ, ഇങ്ങനെയൊക്കെ പോകുന്നു, എന്തോ ചെയ്യാൻ, ജീവിക്കണ്ടേ, ദൈവമാക്കി വെച്ചിരിക്കുകയല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഉള്ളിലുള്ള ദൈവമഹത്വം അറിയാത്ത ചില വാക്കുകൾ അവിടെ എഴുതിയിരിക്കുന്നത്. ദാനിയേലിനെ പറ്റി പറഞ്ഞ് അത് കണ്ടില്ലേ? രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കാൻ തീരുമാനിച്ചു. കാര്യം എന്താ? അവൻ വിശിഷ്ടനായി വിളങ്ങി. വാക്കുകളിൽ വിളങ്ങണം. എക്സലന്റ് സ്പിരിറ്റ് അല്ലേ ഇരിക്കുന്നത്, വാക്കുകളിൽ വിളങ്ങണം. അതാ ചുരുക്കം പറഞ്ഞാല് നമുക്ക് തന്നെ നമ്മളോടൊരു മതിപ്പ് തോന്നും. ഈ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ വിവേചിച്ചറിയുമ്പോൾ നമുക്കറിയാം സാഹചര്യം മോശമാണ്, കാണുന്ന ഒന്നും അനുകൂലമല്ല. പക്ഷെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് പെർഫെക്റ്റാണ്, ഒരു പരിമിതി ഇല്ലാത്തവനാ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കണം. ചിലടത്ത് ഭയങ്കരമായിട്ട് പ്രതികരിക്കണം. അങ്ങനെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആവറേജ് പേഴ്സൺ അങ്ങനെ ചെയ്യുന്നത്. ഒരു നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നത് അങ്ങനെ. എന്ത് കേട്ടാലും പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ നാളെ വലിയ വിഷയങ്ങളായി തീരും. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവനറിയാം എന്താണേലും ഇത് ദൈവം എനിക്ക് അനുകൂലമാക്കി തീർന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇപ്പൊ നന്മയല്ലെങ്കിലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ തിരിച്ചറിവിൽ നിൽക്കുന്നവന് പറയുന്ന വാക്കുകൾ പ്രകോപിപ്പിക്കുന്ന വാക്കുകളല്ല, സമാധാനത്തിന്റെ വാക്കുകൾ. അപ്പോൾ ഇവിടെ ഈ എക്സലന്റ് സ്പിരിറ്റ്
അതായത് ഈ പരിമിതിയും പരിധിയും ഇല്ലാത്ത ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ എന്റെ വാക്കുകൾ അതിന്റെ ഒരു പ്രതിഫലനം കാണും. അപ്പോൾ ഇതെങ്ങനെയാ നമുക്ക് ഇതിനകത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു സാഹചര്യം, സാധാരണഗതിയിൽ ആൾക്കാർ സംസാരിക്കുന്ന വാക്ക് പറയാതെ നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തോണ്ട് നെഹമ്യാവിനെ പറ്റി കാണുന്നുണ്ട്. വലിയ പ്രകോപനപരമായ ഒരു അനുഭവം വന്നപ്പം അവിടെ എഴുതിയിരിക്കുന്നത് നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറഞ്ഞു. രാജാവിനോട് ഉത്തരം പറയുന്നതിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു, സമയമെടുത്തൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നീണ്ട പ്രാർത്ഥന, ഒരു വിഷയം വരുമ്പോൾ സംസാരിക്കേണ്ട അടുത്ത് നീണ്ട പ്രാർത്ഥന പറ്റത്തില്ല. പക്ഷെ അത് നമ്മൾ നിരന്തരം നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥന ട്രെയിൻ ചെയ്താൽ ഒരു സെക്കൻഡ് മതി, അത് പ്രാർത്ഥനയുടെ ഫുൾ 1 മണിക്കൂർ പ്രാർത്ഥനയുടെ അനുഭവമായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക്, മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കും, സാഹചര്യങ്ങളെ സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ. അപ്പോൾ ആ ഒരു ഉത്തരം പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നണം വെരി ഗുഡ്. നമ്മളോട് തന്നെ ആദ്യം പറയും. നാട്ടുകാരൊന്നും ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കിൽ നമ്മളെ അംഗീകരിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു വെരി ഗുഡ് ഷാജി, വെരി ഗുഡ്, നീ ആ സമാധാനത്തിന്റെ വാക്ക് അവിടെ പറഞ്ഞല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഭാര്യ പറയണം, ഈ ദൈവത്തിന്റെ ആത്മാവ് എക്സലന്റ് സ്പിരിറ്റ് ഉള്ള വ്യക്തിയാണ്, പറയണം ഓ അച്ചായ സാരമില്ല, സോറി. അല്ലെങ്കിൽ ഭർത്താവ് പറയാ സോറി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, സോറി എന്നൊന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് അവരവർ തന്നെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എക്സലന്റ്, ഗുഡ്, വെരി ഗുഡ്. എനിക്ക് അതിൻ്റെ അകത്ത് വിളങ്ങാൻ പറ്റിയല്ലോ, എന്റെ വാക്കിൽ വിളങ്ങാൻ പറ്റിയല്ലോ. പിന്നുള്ളതാ അടുത്തതാ പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവമുമ്പാകെയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പം നമ്മളോട് തന്നെ പറയണം. വേറെ ആരുടെയും കൈ കൊടുക്കണ്ടേ, അവരവരുടെ കൈ തന്നെ കൊടുത്തിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്, ഇങ്ങനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു വെരി ഗുഡ്. ഇന്ന് തൊട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. 2026 വലിയ കാര്യങ്ങൾ കാണണ്ടേ. അപ്പം ഈ എക്സലന്റ് സ്പിരിറ്റിന്റെ കൂടെ നിന്നാലേ ഇത് കിട്ടത്തുള്ളൂ. എക്സലന്റ് സ്പിരിറ്റിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്റെ വാക്കിൽ ആ ഒരു എക്സലന്റ് നേച്ചർ, ദൈവത്തിന്റെ നേച്ചർ വെളിപ്പെടും. അല്ലാതെ വലിയ ശുശ്രൂഷയായിട്ട് പറഞ്ഞ് ഘടോ ഭടോന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. കോപത്തിൽ എല്ലാരെയും കുറ്റപ്പെടുത്തി, കോപത്തിൽ എപ്പോഴും നോക്കി ഘനഗംഭീരത്തോടുകൂടി വലിയ കഠിനമായ ചില വാക്കുകൾ പറഞ്ഞ് അങ്ങനെയല്ല. ഈ പരിശുദ്ധാത്മ ഉള്ളിലുള്ളവൻ സൗമ്യനായിരിക്കും, നല്ല മുഖത്തുമൊക്കെ നല്ല തേജസ് കാണും. ഒന്നുകൂടെ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണം, തേജസ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോഴും കോപഭാവത്തിൽ അധികാരത്തിലോടുകൂടി ഞാൻ രാജാവാണെന്നുള്ള രീതിയിലാണോ ഇടപെടില്ല? പരിശുദ്ധാത്മ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതായതിന്റെ അർത്ഥം സ്വയം കയറി വെളിപ്പെടുത്തുന്ന, സ്വയം എല്ലാരെയും പിടിച്ചിരുത്താനുള്ള ഒരു ശ്രമമാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് സൗമ്യതയുടെ ആത്മാവ്. അപ്പോൾ ഒന്നുകൂടെ വിളിച്ചു പറയും, ഇന്നത്തെ ദൂത് ഇതാണ്. നമ്മൾ പറയുന്നതിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് തന്നെ പറയണം വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് അതൊന്ന് ശീലിച്ച്, ഇന്നൊന്ന് നിയന്ത്രിച്ച് നമ്മൾ പറയുന്ന വാക്കുകളിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവരവർക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ട് വെരി ഗുഡ്, വെരി ഗുഡ്. അത് കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ഒക്കെ നമുക്കൊന്ന് പ്രാവർത്തികമാക്കുമ്പോൾ 2026 കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ചേർന്ന് നിന്നാൽ ചെങ്കടൽ വിഭജിക്കുകയും എരിഹോ കോട്ട തകരുകയും മന്ന പൊഴിക്കുകയും കാടപ്പക്ഷി പറന്നു വരികയും ചെയ്യുന്ന അത്ഭുതങ്ങളാണ് അവർ കണ്ടത് മുഴുവൻ. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെ കേൾക്കുന്നവർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എക്സലന്റ് സ്പിരിറ്റ്, അതാ ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് വിളിച്ചു പറയാം, ഞാനൊരു ആവറേജ് അല്ല. ആ മനസ്സിൽ നിന്ന് അതെടുത്ത് കളാം. ഞാൻ ഒരു ആവറേജ് അല്ല. ഈ ആവറേജ് ആണെന്നുള്ള ചിന്തയൊന്നുണ്ട. ആവറേജ് സംഭാഷണം, ഈ നാട്ടുകാരുടെ രീതിയിലുള്ള സംഭാഷണമൊക്കെ വെളിയിൽ വരുന്നു. അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നുമുള്ള ആ ഒരു മനോഭാവം വരുന്നത് പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നേ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. അത് നിയമമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല. ഇന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴണ്ടേ. 2026 വലിയ കാര്യങ്ങൾ കാണണ്ടേ, വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ വീര്യപ്രവൃത്തി കാണണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വയം ഒന്ന് പറഞ്ഞു, ഞാൻ ആദ്യം ഒന്ന് നന്നാകട്ടെ, പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിലൊന്ന് വിളങ്ങാൻ. അവിടെ എഴുതിയിരിക്കുന്നത് ദാനിയേല് ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉണ്ടെന്ന് മറ്റുള്ളവർ കണ്ടിട്ടാ രാജാവ് പറഞ്ഞേ. എന്നാൽ ഈ രാജ്യത്തെ ഏത് വ്യക്തിയെക്കാളും ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കാൻ ഇവൻ യോഗ്യനാണ്. ചില യോഗ്യതകൾ ദൈവം നമ്മളെ അതിലിരുത്തും, യോഗ്യമായ സ്ഥലത്ത് ഇരുത്തും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞാനൊരു ആവറേജായിട്ട് ജീവിക്കാനല്ല, നിങ്ങളെ വിളിച്ചവൻ
ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവൻ തന്നിരിക്കുന്നു അവന്റെ പരിജ്ഞാനത്താൽ, എന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ഇന്ന് പ്രാർത്ഥിച്ച പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന മുഴുവൻ പേരും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ കൂടിയപ്പോൾ ഇന്ന് ഞങ്ങളെ തന്നെ പരിശുദ്ധാത്മാവെ സമർപ്പിക്കുന്നു. കർത്താവെ, ആ ലോകത്തെ ജയിച്ച ജയമാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളിലുള്ളവൻ ലോകത്തേക്കാൾ വലിയവൻ. അതുകൊണ്ട് ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ഇടപാടുകൾ, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുവാൻ ഇന്ന് പോൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉത്കൃഷ്ട മാനസനായി, എക്സലന്റ് സ്പിരിറ്റായി അവനെ മറ്റുള്ളവർ കണ്ടു എന്നെഴുതിയതുപോലെ ഈ വരും ദിവസം 2026 കയറുന്നതിന് മുൻപേ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ ഒരുക്കുക. ഞങ്ങളുടെ സംസാരത്തെ, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളെ, ഞങ്ങളുടെ ഇടപാടുകളൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ ഒരുക്കുക. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കേൾക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആരും ആവറേജായി ജീവിക്കാനല്ല ദൈവം വിളിച്ചിരുന്നത്. ദൈവം വിളിച്ച ദൈവമക്കൾ ആരും ആവറേജ് ആയിട്ടില്ല. അവർ അന്നത്തെ സമൂഹത്തിൽ ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്, രാജ്യങ്ങളിൽ ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്, സ്ഥാനങ്ങളിൽ ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. യേശുനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഇന്ന് കർത്താവെ, ഇന്ന് കേൾക്കുന്ന രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ രോഗഭാഗത്ത് നിങ്ങളുടെ കരം വെച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കരം വെച്ചാൽ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. ഇപ്പോൾ തന്നെ മാനസികമായ വിഷമങ്ങൾ മാറിപ്പോകട്ടെ, ഭാരങ്ങൾ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. വഴികൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ നന്മകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗത്തിൽ വലിയ അനുഗ്രഹം ഇന്ന് വെളിപ്പെടട്ടെ. സാമ്പത്തികത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകട്ടെ. ശുശ്രൂഷയിൽ വലിയ ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. എല്ലാം തിരുനാമ മഹത്വത്തിലാക്കണം. മാനവമഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വിളിച്ചു പറ, ഞാൻ ആവറേജ് അല്ല, വെറും എബോവ് ആവറേജും അല്ല, എക്സലന്റ് ആയിരിക്കും. എക്സലന്റ് ആയിരിക്കും. ഗുഡ് എന്നല്ല നമ്മൾ പറയുന്നത്, എക്സലന്റ്. അപ്പൊ ഇന്ന് തന്നെ തൊട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, വാക്കുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയണം, വെറും ഗുഡ് അല്ല, എക്സലന്റ്. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെയും രാവിലെ 8 മണിക്ക് വീണ്ടും എങ്ങനെ 2026 കയറുമ്പോൾ വാഗ്ദത്തങ്ങൾ നമ്മുടെ അവകാശമാക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും കർത്താവ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.